എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് തേങ്ങ വറുത്തരച്ച് വെച്ച നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. നമ്മളിതിന് മുൻപ് പല ടൈപ്പിലുള്ള കടലക്കറികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കടലക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എൻ്റെ അമ്മ വെക്കുന്ന സ്റ്റൈലിലാണ് ഈ ഒരു കടലക്കറി ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അധികം താമസിയാതെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കടലക്കറിക്ക് വേണ്ടിയിട്ട് വെള്ളക്കടലയോ കറുത്ത കടലയോ ഏതായാലും മതി. ഞാനിവിടെ 1 കപ്പ് കടല 8 മണിക്കൂർ നേരം കുതിർത്ത് ആ വെള്ളമൊക്കെ കളഞ്ഞ് കഴുകി വെച്ചിട്ടുള്ളതാണ്. ഇത് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കടല വേവിക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ കൂടെ ഒരു സവാളയും 2-3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് വേവിക്കുകയാണെങ്കിൽ ആ ഒരു കടലയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ്. വെറുതെ കടല ഇട്ട് വേവിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊരു 3-4-5 വിസിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഓരോ കുക്കറിൻ്റെ ഇതനുസരിച്ചിട്ട് വേവ് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഒരു 4 വിസിൽ മീഡിയം ഫ്ലെയിമിലാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത്. 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് തേങ്ങ വറുത്തരയ്ക്കാം. തേങ്ങ വറുത്തരയ്ക്കാനായിട്ട് നമ്മളൊരു അരമുറി തേങ്ങ, കുറച്ച് കറിവേപ്പില, ചെറിയ ഉള്ളി 3-4 എണ്ണം, വെളുത്തുള്ളി 3 അല്ലി, പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകമാണ്. ഇനി ഇതിലേക്കൊരു 10 കുരുമുളക്. ഈ ഒരു കുരുമുളകും പച്ചപ്പെരിഞ്ജീരകവും ഇടുമ്പോൾ ഈ ഒരു കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇനി ഈ ഒരു തേങ്ങയും ഉള്ളിയും എല്ലാം കൂടി നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു തേങ്ങയും ചെറിയ ഉള്ളിയും 2-3 അല്ലി വെളുത്തുള്ളിയും അതുപോലെ കറിവേപ്പില എല്ലാം കൂടി ഇട്ട് ഒന്ന് വറുത്തെടുക്കണം. ഇതിലേക്ക് നമ്മൾ വറക്കുമ്പോൾ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. തീ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. തീ ഒരുപാട് കൂടുകയാണെങ്കിൽ ഇത് ശരിക്കും മൊരിഞ്ഞു വരില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബ്രൗൺ നിറമായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി നമ്മളിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് എരിവില്ല, 1.5 ടീസ്പൂണാണ്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ വളരെ കുറച്ച് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്കൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ അത്ര ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വഴട്ടിയെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഗരം മസാല കടയിൽ നിന്ന് മേടിച്ചതാണ് കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ പച്ച പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്താലും മതി. ഇപ്പം നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് തണുക്കാനായിട്ട് മാറ്റി വെച്ചു. ഇനി നമ്മളൊരു ചട്ടി ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ഒന്നിട്ട് പൊട്ടിച്ചെടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ കടുക് ഇട്ടിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ഒരു പിടി ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു കടലക്കറിക്ക് ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും അതുപോലെ 2-3 അല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളി നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സവാള എടുക്കാവുന്നതാണ്. ഇതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു ഉള്ളി അതുപോലെ വെളുത്തുള്ളി എല്ലാം നന്നായിട്ടൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു നന്നായിട്ട് പഴുത്ത തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് ഇത് വഴറ്റിയെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു തക്കാളി അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് തവി വെച്ച് ഒന്നുകൂടെ ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങ വെള്ളം തൊടാതെ മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ വെള്ളം തൊടാതെ മഷി പോലെ അരച്ചതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. വെള്ളം തൊടാതെ ഈ ഒരു അരപ്പ് അരയ്ക്കുമ്പോഴാണ് കടലക്കറി നല്ല ടേസ്റ്റായിട്ട് കിട്ടുക. അപ്പോൾ ഈ ഒരു അരപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു അരപ്പ് ഓൾറെഡി നന്നായിട്ട് വേണ്ടതാണ്, എങ്കിൽ കൂടി ഇതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കടല ഇട്ട് കൊടുക്കാം. അപ്പോൾ കടല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കടലയും വെള്ളവും കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളം നിങ്ങൾ കുറച്ച് മാറ്റി വെച്ചിട്ട് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് പുട്ടിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസായിട്ടുള്ള ഒരു കറി ആയിരിക്കുമല്ലോ, അപ്പം നിങ്ങളതനുസരിച്ചിട്ട് വെക്കുക. ഇനി അപ്പത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിലെ വെള്ളം കുറച്ച് മാറ്റിയതിന് ശേഷം കടല ഇട്ടിട്ട് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ കടലക്കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പരുവം ഈ ഒരു കടലക്കറി നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുക. ഇപ്പോൾ നമ്മുടെ കടലക്കറി നന്നായിട്ട് വെന്ത് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇരിക്കും തോറും ഈ ഒരു കറി നന്നായിട്ട് കുറുകി വരും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറിയാണ്. നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ
നല്ല തേങ്ങ വറുത്തരച്ചിട്ടുള്ള ഒരു കടലക്കറി. അപ്പോൾ ഈ ഒരു കടലക്കറി പുട്ടിൻ്റെ കൂടെ അടിപൊളിയാണ്. അതുപോലെ അപ്പം, ചോറ് എല്ലാത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. നമ്മൾ ഇതിനു മുൻപ് തേങ്ങ വറുത്തരയ്ക്കാതെ പച്ചക്ക അരച്ചിട്ടും എൻ്റെ അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ളൊരു കടലക്കറിയാണ്. അപ്പോൾ ആ ഒരു റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ അമ്മൂമ്മമാരൊക്കെ ആയിട്ട് കൈമാറി വന്നിട്ടുള്ള രുചികളാണ്. അപ്പോൾ ഇത് നമുക്ക് മറ്റെവിടെയും നോക്കി ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മുടെ സ്വന്തം വീട്ടിലുണ്ടാക്കുന്ന റെസിപ്പികളാണ്. അപ്പോൾ ഇതുപോലെ അല്ല നിങ്ങൾ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് മറ്റൊരു സന്തോഷം കൂടെ ഉണ്ട്. നമ്മുടെ പഴയൊരു അവിയലിൻ്റെ വീഡിയോ നമ്മുടെ കാർത്തിക് ശങ്കറിൻ്റെ ഏറ്റവും പുതിയ പരസ്യത്തിൽ സ്പൈസ് ബാസ്ക്കറ്റിൻ്റെ ആഡിൽ നമ്മുടെ വീഡിയോ ആണ് അവർ കണ്ടിട്ട് അതുപോലെ ട്രൈ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മളോട് നമ്മുടെ ഒരു വ്യൂവർ കുട്ടി വന്ന് ഫേസ്ബുക്കിൽ മെസ്സേജ് ഇട്ടു. അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പം നമ്മൾ ഒരുപാട് സന്തോഷം. നമ്മുടെ വ്യൂവേഴ്സ് നമ്മുടെ ഒരു ജസ്റ്റ് ഞങ്ങൾ പോലും ശ്രദ്ധിച്ചില്ല. ഞങ്ങളാദ്യം ആ ആഡ് കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ പോലും ശ്രദ്ധിക്കാത്ത ആ ഒരു ആഡ് കണ്ടിട്ട് നമ്മളോട് വന്ന് മെസ്സേജ് ചെയ്യുമ്പോഴുള്ള സന്തോഷം എന്ന് പറയുന്നത് ഒന്ന് വലുത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ തരുന്ന സ്നേഹം ഒരുപാട് വിലപ്പെട്ടതാണ്. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ ഇതുപോലുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമ്മൾ വീണ്ടും കാണും. താങ്ക്